കയ്യിൽ ചോദിക്കുന്നുണ്ടോ? വരുമാനമോ? അതാണ് അറിയേണ്ടത് അല്ലേ? വരുമാനം എത്ര വന്നു എന്നാണ് അറിയേണ്ടത് അല്ലേ? പറയും. നമ്മുടെ ശബരിമലയുടെ ഒരു സീസൺ അവസാനിക്കുകയാണ്. മണ്ഡലകാലത്തിൻ്റെ ആ സീസൺ അവസാനിക്കുന്ന ദിവസമാണ്. പൊതുവേ നമുക്കറിയാം നവംബർ 16-17 നമ്മുടെ മണ്ഡലകാലം ആരംഭിച്ചത്. നമ്മൾ അതിൻ്റെ തുടക്കത്തിലെല്ലാം അതീതമായിട്ടല്ല പോയത്. എന്നാൽ ഒരു ഡിസംബർ 5-6 ആകുമ്പോഴേക്കൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭക്തരെത്തുന്ന സ്ഥിതി ഉണ്ടായി. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും 90,000-ലധികം ഭക്തരാണ് എത്തിയത്. 1,00,000-ലധികം ഭക്തരെത്തുന്ന സ്ഥിതിയും ഉണ്ടായി. അപ്പോൾ ഭക്തരിവിടെ വരുന്നത് പ്രധാനമായിട്ടും 18-ാം പടി കയറുക എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം, ഈ 18-ാം പടി കയറുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ 1 മണിക്കൂറിൽ ഭക്തർക്ക് കയറാൻ കഴിയുന്നതിൻ്റെ എണ്ണവും ഒക്കെ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പൊതുവെ 17 മണിക്കൂറായിരുന്നു ഭക്തർക്ക് കയറാനുള്ള അല്ലെങ്കിൽ ദർശനം നടത്താനുള്ള സമയമുണ്ടായിരുന്നു. അതായത് കാലത്ത് പുലർച്ചെ 3 മണി തൊട്ട് 1 മണി വരെയും അതിനുശേഷം 4 മണി തൊട്ട് 11 മണി വരെയാണ്. മന്ത്രിയായിട്ടും മേൽശാന്തിയായിട്ടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടി സമ്മതത്തോടു കൂടിയാണ് നിർത്തുകയും ഉച്ച കഴിഞ്ഞ് 4 മണി തൊട്ട് 11 മണി വരെയുള്ളത് 3 മണി തൊട്ട് 11 മണി വരെ ആക്കി. അങ്ങനെ 1 മണിക്കൂർ അധികം ലഭിക്കുന്നു. അതുകൂടാതെയും ഭക്തർ കയറി കഴിഞ്ഞാൽ അരമണിക്കൂർ 1.5 വരെയൊക്കെ ദർശനം നടത്തുന്ന സ്ഥിതിയുണ്ടായി. വൈകുന്നേരം 11:30 വരെ. അങ്ങനെ 1-2 മണിക്കൂർ കൂടി ദർശനം നടത്താനുള്ള സമയം അധികരിച്ച് കിട്ടും. അത്രയധികം സമയം കൂടുതൽ കിട്ടിയെങ്കിലും പിന്നെയും ഭക്തരുടെ എണ്ണം ബാലൻസായിട്ട് നിൽക്കുകയുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം അതനുസരിച്ച് കൊണ്ട് തന്നെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ തലേ ദിവസത്തെ ബാലൻസ് ആയിട്ടുള്ള ഭക്തരും പിറ്റേ ദിവസത്തെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയധികം ഭക്തർക്ക് കയറാൻ കഴിയാതെ. ഇതിൽ പിന്നീട് വേറൊരു പ്രശ്നം ഉണ്ടായത്, നമ്മൾ വെർച്വൽ ക്യൂവിൽ രജിസ്ട്രേഷൻ നടത്തിയ സമയത്ത് നമ്മുടെ കുട്ടികളുടെ എണ്ണം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 80,000, 90,000 ഒക്കെ തന്നെ വെർച്വൽ ക്യൂവിൽ നമ്മൾ കയറ്റുന്ന സമയത്ത്, ഭക്തരെ കയറ്റുന്ന സമയത്ത് കുട്ടികളുടെ എണ്ണം അതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അവരെ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ചില ദിവസം 12,000-ലധികം കുട്ടികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെർച്വൽ ക്യൂവിലെ എണ്ണത്തിനെ അധികരിച്ചുകൊണ്ടാണ് ഈ 12,000-ലധികം കുട്ടികൾ കയറുന്നത്. അത്രയും കുട്ടികളെ നമ്മൾ നേരത്തെ നമ്മുടെ വെർച്വൽ ക്യൂവിൽ കണക്കാക്കാത്തതാണ്. അത് ശരാശരി 10,000-ലധികം കുട്ടികളാണ് ഓരോ ദിവസവും കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും കുട്ടികളും കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുപോലെ തന്നെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. പിന്നെ നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ കയറുന്ന സ്ഥിതി ഉണ്ടായി. അതോടൊപ്പം തന്നെ ഭിന്നശേഷിയിൽപ്പെട്ട ആളുകളുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ 30%-ലധികം ഈ രീതിയിൽ വരികയുണ്ടായി. കുട്ടികൾ, സ്ത്രീകൾ, വയസ്സായ ആളുകൾ, ഭിന്നശേഷിക്കാരെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ഫ്ലോ 18-ാം പടി കയറുന്നതിൻ്റെ ഫ്ലോ കുറച്ച് നമ്മൾ വിചാരിച്ച പോലെ കയറാൻ പറ്റില്ല. സാധാരണ ഒരു ഭക്തൻ കയറുന്ന പോലെ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കും കുട്ടികൾക്കും വയസ്സായ ആളുകൾക്കും കയറാൻ കഴിയാത്തൊരു സ്ഥിതിയും വന്നത്. അപ്പോൾ പോലീസ് സഹായിച്ചാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ ഇടപെടൽ എക്സസ് ആവാൻ പാടില്ല എന്ന് കോടതിയും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ നമ്മുടെ 18-ാം പടി കയറുന്നത് മാക്സിമം നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുകൂടാതെ നമ്മൾ വെർച്വൽ ബുക്കിങ്ങും അതുപോലെ സ്പോട്ട് ബുക്കിങ്ങും കൂടാതെ തന്നെ പല സ്ഥലത്തിലൂടെ നമ്മുടെ ഭക്തർ വരുന്ന സ്ഥിതിയില്ല. അതിൻ്റെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ ശരാശരി ഒരു 4,000-5,000 പേരാണ് വരുന്നത്. സ്പോട്ട് ബുക്കിങ്ങിൽ കുറച്ച് കൂടുതൽ ഭക്തരെത്തുന്ന സ്ഥിതിയുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ 20,000, 25,000 ഒക്കെ തന്നെ. അപ്പോൾ വെർച്വൽ ക്യൂവിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിലും അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബുക്കിങ്ങും ഇല്ലാതെ വരുന്ന ആളുകളുടെ എണ്ണമൊക്കെ തന്നെ വർദ്ധിച്ചു വന്നത് നമ്മൾ ഇവിടെ മാനേജ് ചെയ്യുന്നതിന് ചെറിയൊരു പ്രയാസമുണ്ടായി. ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊണ്ട് ഇവിടെ നമുക്ക് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിയണം എന്ന് പറഞ്ഞാൽ അതിനുള്ള പരിമിതിയുണ്ട്. ഭക്തർ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരു പരിമിതി നമുക്കൊരു നല്ലപോലെ ഉണ്ട്. കാരണം സെൻട്രൽ ഫോറസ്റ്റിൻ്റെ കൺസെൻറ്റ് കിട്ടാതെ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും നടത്താൻ കഴിയും.
എന്തിനൊരു നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഷെഡ് പോലും കെട്ടാനുള്ള പെർമിഷൻ പലപ്പോഴും കിട്ടാതിരിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ടെമ്പററി ആയി പോലും സംവിധാനം ഒരുക്കാൻ വേണ്ടി പോലും പലപ്പോഴും നമുക്ക് അനുമതി കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് പ്രയാസമാണ്. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലം കിട്ടുകയാണെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് നല്ലപോലെ ഒരുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ നിലയ്ക്കലിൽ പാർക്കിങ്ങിന് 7000 വാഹനങ്ങളെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ 8900 വെഹിക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാക്കി. അത്രയും വെഹിക്കിളുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ കൊണ്ട് വർദ്ധിപ്പിച്ചാലും നമ്മുടെ ഭക്തരുടെ എണ്ണം കൂടുതൽ വർദ്ധിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസം ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ആവശ്യമായിട്ടുള്ള വെള്ളം, ടോയ്ലറ്റ് സൗകര്യം, അതുപോലെ ഭക്ഷണം, ഇതാണ് പ്രധാനമായിട്ടും. അപ്പോൾ പരമാവധി നമ്മൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് പമ്പയിലും നിലയ്ക്കലും അതുപോലെ തന്നെ സംവിധാനത്തൊക്കെ തന്നെ ആ സംവിധാനം കൂടുതൽ ഒരുക്കിയിട്ടുണ്ട്. വെള്ളം കൊടുക്കാൻ, ചുക്കുവെള്ളവും അതുപോലെ ഔഷധ വെള്ളമൊക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ചില പ്രയാസം നേരിട്ടിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതുകൊണ്ടാണ് പോലീസും അതുപോലെ ദേവസ്വവും അവർക്ക് പ്രത്യേകമായിട്ട് ബിസ്ക്കറ്റും വെള്ളവും എത്തിച്ചു കൊടുക്കാനുള്ള നടപടിയും സ്വീകരിച്ചത്. ഇതൊക്കെ ആവുമ്പോഴും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളും ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. നമ്മുടെ ഇവിടുത്തെ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പോലീസാണ് ഒരുക്കുന്നത്. അപ്പോൾ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷം നമ്മൾ പറയും. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചും പറയും. അപ്പം അതുകൊണ്ട് പോലീസ് പ്രിക്കോഷൻസ് എന്നതിലേക്ക് ചില സ്ഥലത്തൊക്കെ ഹോൾഡ് ചെയ്തു വാഹനങ്ങൾ. അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ പിന്നീട് അത് പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ പരിഹരിച്ചതിന് ശേഷവും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് നടന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമുക്കറിയാം, ഈ നിലയ്ക്കൽ, പമ്പയിൽ, നമ്മുടെ എരുമേലിയിലൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു രീതി വന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്. അനാവശ്യമായിട്ടുള്ള ആശങ്ക ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഇവിടെ ദാരുണമായ സംഭവം, ഒരു കുഞ്ഞ് മരിച്ചു. 7-8 വയസ്സുള്ളൊരു പെൺകുട്ടി മരിച്ചു, തമിഴ്നാട് നിന്ന്. ആ കുട്ടി മരിച്ചതിൻ്റെ കാരണം അന്ന് മെഡിക്കൽ റിപ്പോർട്ട് തന്നെ വന്നു. ആ കുട്ടിക്ക് ജന്മനാൽ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി മരിച്ചത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയായിട്ടാണ് പ്രചരിപ്പിച്ചത്. ഒരു കുട്ടി, ആ കുട്ടിയുടെ രക്ഷകർത്താവ് ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ കുട്ടി കരഞ്ഞു. ആ കരഞ്ഞപ്പോൾ അതിനെയും വേറെ രീതിയിലാണ് ചിത്രീകരിച്ചാണ് കാണിച്ചത്. അതുപോലെ ഒരു ഭക്തനെ പോലീസുകാർ തല്ലുന്നതായിട്ടുള്ള ഒരു വലിയ ചിത്രമെടുത്ത് അത് വലിയ പ്രചാരണം, പോലീസ് തല്ലിച്ചതയ്ക്കുന്നു. യഥാർത്ഥത്തിൽ ആ വീഡിയോ വേറെ ആന്ധ്രയിലോ മറ്റോ സംഭവിച്ച കാര്യമാണ്. അത് ചേർത്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ശരണംവിളിയും കൂട്ടിച്ചേർത്ത് അത് ക്ലബ്ബ് ചെയ്തിട്ടാണ് ആ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യവ്യാപകമായിട്ട് നമുക്കെതിരായിട്ട്, ഈ ശബരിമലയ്ക്കെതിരായിട്ടുള്ള പ്രചാരവേലയാണ് സംഘടിപ്പിച്ചത്. ചില സ്ഥലത്ത് നാമജപ സമരങ്ങൾ ആണ് സംഘടിപ്പിച്ചത്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ആ രീതിയിലുള്ള ഒരു വലിയ പ്രചാരവേലയാണ് നമ്മുടെ ഈ ശബരിമലയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രാവശ്യം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പം അത് എന്ത് ഉദ്ദേശ ലക്ഷ്യമാണെങ്കിലും അത് നമുക്ക് നമ്മുടെ ഈ ശബരിമല എന്നുള്ള ഈ വലിയ മഹത്തായ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ്. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സന്ദേശമാണല്ലോ. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട നാഗാലാൻഡ് ഗവർണർ നമ്മുടെ ഇന്ന് ശബരിമല ദർശനം നടത്താനായിട്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത്രയും അധികം ലക്ഷക്കണക്കിന് വരുന്ന ഭക്തർ വരുമ്പോൾ അവർക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ മഹത്വമായിട്ടാണ് ഗവർണർ പറയുന്നത്. നമ്മൾ പരമാവധി മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് അതിൻ്റെ പരിമിതികൾ നമുക്കുണ്ട്. അത് പരിമിതി ഒന്ന് ഞാൻ പറഞ്ഞത് ലാൻഡ് ലഭ്യമാകാനുള്ള ഒരു പരിമിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ നിരവധി ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് ലഭിച്ചില്ല. അപ്പോൾ ഉള്ള സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി ഇനി എന്തെങ്കിലും ഡിഫക്റ്റ് നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു. പോലീസിൻ്റെ യോഗം പ്രത്യേകം ചേർന്നു. അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ, കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ദേവസ്വത്തിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ യോഗം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒരു കോർഡിനേഷൻ
ഓരോ സ്ഥലത്തും നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 36 സ്പോട്ടുകളായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 36 സ്പോട്ടുകളിലും വെള്ളം കൊടുക്കാനും ബിസ്ക്കറ്റ് കൊടുക്കാനും അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു വളണ്ടിയേഴ്സ് വേണം. നമ്മളിപ്പോൾ രണ്ട് സ്ഥലം ശബരിപീഠം സന്നിധാനം വരെ. അപ്പോൾ ആ സ്പോട്ടുകളിൽ പ്രധാനമായിട്ടും കൂടുതൽ വളണ്ടിയേഴ്സിനെ. ഇപ്പം നമ്മൾ കളക്ടർ പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് 200ഓളം സിവിൽ ഡിഫൻസിൻ്റെ വളണ്ടിയേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് അത് ഇന്നോ നാളെ ആയിട്ട് അവരെ കണ്ടെത്തി നമുക്ക് 30-ാം തീയതി ആകുമ്പോൾ നമുക്കവിടെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഓരോ സ്പോട്ടിലും ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ റവന്യൂ എന്നുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെ നിന്നാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ സ്കീമുണ്ടാകും. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഓൺ ദി സ്പോട്ടിൽ തന്നെ വളണ്ടിയേഴ്സ് മാത്രമല്ല മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഇടപെട്ട് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കൂടുതൽ കാര്യക്ഷമമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതും പരിശോധിക്കും. ഇപ്പോൾ ഇവിടെ ക്യൂ കോംപ്ലക്സ് ആണ് ഒരു പ്രശ്നമായിട്ട് പ്രധാനമായിട്ട് പറയുന്നത്. ആ ക്യൂ കോംപ്ലക്സിൽ ഇപ്പോൾ ഭക്തരെ കയറ്റി ഇറക്കുന്നതിൻ്റെ ഒരു കാലതാമസം വരുന്നതെന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ 30-ാം തീയതി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ശേഷമാണ് കുറച്ച് വന്ന 40,000 ആൾ ഭക്തരാണ് വരും. അപ്പോൾ 31-ാം തീയതിയോടുകൂടി നമുക്ക് ഒന്നുകൂടി പരീക്ഷണം നടത്തി അവിടെ ക്യൂ കോംപ്ലക്സിൽ ആവശ്യമുള്ളവർ കയറിയാൽ മതി. നിർബന്ധപൂർവ്വം കയറ്റാതെ ഒരു ദിവസം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ക്രൗഡ് മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ. എത്ര ക്രൗഡ് മാനേജ് ചെയ്താലും നമുക്ക് കയറേണ്ടത് 18-ാം പടിയാണ് എന്നുള്ള ഒരു കാര്യം. മറ്റേ ഭക്തരുണ്ട്, ഇരുമുടിക്കെട്ട് അല്ലാതെ വരുന്ന ഭക്തരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അതിന് നമ്പർ കൂടുതലാണ്. ഇരുമുടിക്കെട്ട് തലയിൽ കെട്ടി വരുന്ന ഭക്തരുടെ അത്ര ഇല്ലെങ്കിൽ പോലും 24,000-25,000 ഭക്തരാണ് സിവിൽ ദർശനത്തിന് വേണ്ടി വരുന്നത്. അതായത് 18-ാം പടി കയറാതെ തന്നെ. പക്ഷേ അവർ ക്യൂവിൽ വരുന്നതാണ്. അവർ അത് അല്ല, 1-ാം തീയതി അല്ല, 1-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മൾ ഒരു പരീക്ഷ നടത്തും. അപ്പോൾ 30-ാം തീയതി തുടങ്ങുമല്ലോ, മകരവിളക്കിൻ്റെ സീസൺ ആയിരുന്നു. 31-ാം തീയതി ഒക്കെ ആയിട്ട് നമ്മൾ പരീക്ഷ നടത്തും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എങ്ങനെയാണ് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നോക്കുന്നത്. അപ്പോൾ ഈ സിവിൽ ദർശനത്തിന് വരുന്ന ഭക്തരുടെയും എണ്ണം കൂടുതലാണ്, 10,000-25,000 പേരൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് അവർക്ക് വേറെ എന്തെങ്കിലും മാർഗം ചെയ്യാൻ കഴിയുമെന്നുള്ളതും കൂടി ഒന്ന് ആലോചിക്കും. പൊതു ലൈനിലാണ് വരുന്നത്. ഇരുമുടിക്കെട്ടുമായിട്ടുള്ള ഭക്തരും സിവിൽ ദർശനത്തിന് വരുന്നവരും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഇവിടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി സിവിൽ ഭക്തന്മാർക്ക് വേറെ റൂട്ട് തിരിച്ചു വിടാൻ പറ്റുമെന്നുള്ളത് ഒരു പോലീസും അതുപോലെ തന്നെ ദേവസ്വവും എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് ആ ഒരു സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ പരമാവധി തിരക്ക് കുറച്ച് ഇരുമുടിക്കെട്ടുമായി വരുന്ന ആളുകൾക്ക് ഭക്തർക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഒന്ന്, പിന്നെ വെർച്വൽ ക്യൂവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ വെർച്വൽ ക്യൂവിലല്ലാതെ സ്പോട്ട് ബുക്കിംഗ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ സ്പോട്ട് ബുക്കിംഗ് ഇപ്പം നിലയ്ക്കലും പമ്പയിലും എല്ലാം ഉണ്ട്. അപ്പോൾ പമ്പയിൽ നമുക്ക് അത് സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി തിരക്ക് നമുക്ക് നിയന്ത്രിക്കാൻ. എല്ലാം കൂടി ഒരു സ്ഥലത്ത് സ്പോട്ട് രജിസ്ട്രേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമുണ്ട്. എങ്കിൽ പോലും നിലയ്ക്കൽ തന്നെ ഭൂരിപക്ഷം ആളുകളും നമ്മുടെ എന്താ പറയുക സ്പോട്ട് രജിസ്ട്രേഷൻ അത് നടത്താൻ വേണ്ടി കഴിയും. അങ്ങനെ ആകുമ്പോൾ കുറച്ച് തിരക്കും കൂടി നമുക്കിവിടെ പമ്പയിൽ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ പമ്പയിൽ വരുമ്പോൾ നിലയ്ക്കുന്ന് വിടുന്ന ഭക്തരെല്ലാം വന്ന് പമ്പയിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്പോട്ട് രജിസ്ട്രേഷൻ കൂടി ആകുമ്പോൾ അതിൻ്റെ തിരക്ക് വർദ്ധിക്കും. അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് നിലയ്ക്കൽ തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. പമ്പയിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നല്ല പറയുന്നത്, പമ്പയിൽ തിരക്ക് നമുക്ക് കുറയ്ക്കാം. അത് ഭക്തർ മനസ്സിലാക്കണം. കാരണം ഇവിടെ തിരക്ക് വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ പൊതുജനങ്ങളും മനസ്സിലാക്കണം, വിമർശിക്കുന്ന ആളുകളെല്ലാം മനസ്സിലാക്കണം. പല ഐഡിയ പറയുന്ന ആളുകൾ ആ ഐഡിയയോട് പ്രാവർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവരോട് കൊണ്ട് വരാൻ പറയുമ്പോൾ അവരില്ല, പോവുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ 18-ാം പടി കയറുന്നത്, അതിന് പുതിയ വല്ല സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വല്ലാതെ വിമർശിച്ചവരോട് ചോദിച്ചു. ഇവിടെ വന്നിട്ട് എന്നെ വിമർശിച്ചു.
അപ്പോൾ പറഞ്ഞു നിങ്ങൾ പറയുന്നതനുസരിച്ച് എന്ത് മാറ്റവും 18-ാം പടി കയറുന്നതിൽ ഉണ്ടാക്കാം, എന്തായാലും നിർദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചു. അതൊരു നിർദ്ദേശമില്ല, അത് മുഴുവൻ കയറണം. അപ്പോൾ 18-ാം പടി കയറുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ്, മുഴുവൻ ഭക്തർ എണ്ണം കൂടുന്നതനുസരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഭക്തർ കയറ്റാതിരുന്നുകൊണ്ടല്ല ക്യൂ വർദ്ധിച്ച് വരുന്നത്. ഭക്തരെ കൃത്യമായിട്ട് 18-ാം പടി കയറ്റിയതിന് ശേഷവും ക്യൂ വർദ്ധിച്ച് വരുന്നത് അത് ടോളറേറ്റ് ചെയ്യാനുള്ള മനസ്സില്ലാത്ത ആളുകളാണ്. ഭൂരിപക്ഷം പറയാൻ പറ്റില്ല. 10,000-കണക്കിന് ആളുകൾ വരുന്നതിൽ 1-2 ആൾ വിചാരിച്ചാൽ കുഴപ്പമുണ്ടാക്കാം, സംഭവിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവരെ കൊണ്ട് കുഴപ്പമുണ്ടാക്കി. ഇന്നലെ ഇപ്പോൾ 1,00,000-ലധികം ആളുകളാണ് ഭക്തരാണ് ഇവിടെ വന്നത്. അതിൽ 3-4 ആളുകളാണ് കെട്ട് തിരിച്ച് കൊണ്ടുപോകുന്നത്. എന്നിട്ട് വെറുതെ നടന്ന് ഭക്തി കൊണ്ടല്ല, അത് നല്ല ഭക്തിയുള്ള ആളുകൾ ഇതുവരെ വന്നിട്ട് ഇവിടെ കയറി പോകാതിരിക്കുമോ എത്ര തിരക്കുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചു പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് പോവുകയാണ്. അത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രിക്കടക്കം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതേണ്ട സ്ഥിതി വന്നത്. അപ്പം അങ്ങനെയുള്ള ചില ഏജൻസികളുണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെ ശ്രമം നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ഈ നടപ്പന്തലിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ തൊട്ട് മുകളിൽ എന്നാലും അവിടെ എല്ലാവർക്കും നല്ല പോലെ ഭക്ഷണവും വെള്ളവും എല്ലാ സംവിധാനം ഉണ്ടല്ലോ ഇവിടെ. അവിടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ വെള്ളമുണ്ടോ ഭക്ഷണമുണ്ടോ? എന്നോട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ വെള്ളമല്ലേ കുടിക്കുന്നത്? ഞാൻ ചോദിച്ചു. അപ്പോൾ ബഹളം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ബഹളം ഉണ്ടാക്കുന്ന അപ്പം തന്നെ വീഡിയോയിൽ പിടിക്കുകയാണ്. നവമാധ്യമങ്ങളുണ്ടോ അത് ഉപയോഗിച്ച് പിടിച്ച് അപ്പം തന്നെ അത് പ്രചരിപ്പിക്കുകയാണ്, ഇവിടെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു പ്രചാര വേലയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഈ ശബരിമല എന്ന് പറയുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്നത്. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഏതൊക്കെയാണെങ്കിലും പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമല്ല, പല രീതിയിലുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതന്നെയാണ്. അതെന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഇനി ആർക്കെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ മുന്നോട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പരിമിതി എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കോടതിക്ക് അറിയാവുന്നതാണ് എന്താണ് ഇവിടുത്തെ പരിമിതി എന്ന് ഏറ്റവും നന്നായി അറിയുന്നത് നമ്മുടെ കോടതികളാണ്. കോടതികളുടെ ഇടപെട്ടിട്ടാണല്ലോ ഹൈപ്പവർ കമ്മിറ്റി വെച്ചത്. അതുകൊണ്ട് അവരാണല്ലോ ഇവിടുത്തെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ അത് കൃത്യമായിട്ട് ചെലവഴിക്കാൻ കഴിയാത്ത കാര്യം എന്താണ് എന്ന് ഹൈക്കോടതി ഒന്ന് പുനർചിന്തനം നടത്തണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിച്ചു പോകാൻ വേണ്ടി കഴിയും. അപ്പോൾ ഗവൺമെൻറ് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭക്തർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങളുടെ പ്രശ്നം പറഞ്ഞിരുന്നു, അതെല്ലാം സൗകര്യങ്ങളുണ്ടാക്കി. അഡീഷണലായിട്ട് ഇപ്പോൾ 150ഓളം ബസ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുക, ആവശ്യമായിട്ട് വരുന്ന ഭക്തർക്ക് വേണ്ട യാത്രാ സൗകര്യം. അതില്ല പിന്നെ ട്രാൻസ്പോർട്ടിൻ്റെ ചില മാറ്റങ്ങൾ വരുത്തണം. നമ്മുടെ പമ്പയിൽ വരുന്ന ബസ്സുകളുണ്ട്, ലോങ് ട്രിപ്പ് വരുന്ന വണ്ടികൾ നിലയ്ക്കൽ കയറാതെ അവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി നേരെ നമ്മുടെ പമ്പയിൽ വരികയും, അതുപോലെ തന്നെ പമ്പയിൽ നിന്ന് പോകുന്ന വണ്ടികൾ നിലയ്ക്കൽ കയറാതെ ലോങ് ട്രിപ്പ് എല്ലാം അതിന് പ്രത്യേകമായിട്ടൊരു സെക്ഷൻ തിരിക്കണം. ലോങ് ട്രിപ്പിൽ പോകുന്ന വണ്ടികളും വരുന്ന വണ്ടികളും പ്രത്യേകമായിട്ട് ഭക്തർക്ക് അവർക്ക് ഡയറക്ഷൻ കൊടുക്കണം. വിവിധ ഭാഷകളിൽ അവർക്ക് ലോങ് ട്രിപ്പിൽ പോകേണ്ട ആളുകളെ പ്രത്യേകം, നിലയ്ക്കൽ പോകേണ്ടവർ മാത്രം പമ്പയിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അവിടുത്തെ ട്രാഫിക്കിൻ്റെ ഒരു ജാം കുറയ്ക്കാൻ കഴിയും. പിന്നെ ലോങ് ട്രിപ്പ് പോകുന്ന വണ്ടികൾ ഇവിടെ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെ വന്ന് തിരിച്ച് അവിടെ ക്യൂവിൽ വന്നിട്ട് പോകാതെ നേരിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും നമുക്ക് 30-ാം തീയതി തൊട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടറും അതുപോലെ ഇടുക്കി കളക്ടറും അതുപോലെ കോട്ടയം കളക്ടറും അതുപോലെ ഇടുക്കി SP, കോട്ടയം SP, പത്തനംതിട്ട SP ഇവർ കോർഡിനേഷൻ ഉണ്ടാകും. ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ എന്താണെന്ന് അതാ സമയത്ത് തന്നെ കോർഡിനേറ്റ് ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടിയും സ്വീകരിക്കും. ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനവും കൂടുതൽ ശക്തമാണ്. കഴിഞ്ഞ ദിവസം ADGP പറഞ്ഞത് 75,000 ശബരിമലയിൽ ഒരു ദിവസം ഉൾക്കൊള്ളാനുള്ള ഭക്തരുടെ എണ്ണം 75,000 ആണ്. നമ്മൾ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത് 80,000, പിന്നെ സ്പോട്ട് ബുക്കിംഗ് അടക്കം ഒന്നിന്റെ ലിസ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് പോലീസും ബോർഡും തമ്മിലൊരു ഏകോപനം ഇല്ലാത്തതൊരു അവസ്ഥയല്ലേ? അങ്ങനെയല്ല. ഈ 80,000 വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്താലും ഒരിക്കൽ പോലും ആ കൃത്യമായിട്ട് എണ്ണം വരില്ല, ഒരു താഴെ വരുന്നു.
70,000, 64,000, 65,000 അതിൽ കൂടുതൽ വരാറില്ല. അപ്പം നമ്മൾ നോക്കി കണക്ക് 80,000 വെർച്വൽ ക്യൂവിൽ നമ്മൾ രജിസ്ട്രേഷൻ നടത്താൻ പെർമിഷൻ ഉണ്ടെങ്കിലും വരുന്നത് 64,000, 65,000 ഉള്ളൂ. 70,000-ൻ്റെ മേലെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തൊരു ഘടകമാണ് ഞാൻ പറഞ്ഞത് കുട്ടികളുടെ എണ്ണം. അങ്ങനെ കുട്ടികളുടെ എണ്ണം വരുമ്പോൾ 10,000-ലധികം വരുന്നത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തൊരു ഘടകമായിരുന്നു. അതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇന്നലെ ഇപ്പോൾ നമ്മൾ 96,000-ഓളം 120 വരുന്നത് ഇങ്ങനെ ഈ സിവിൽ ദർശനത്തിന് വരുന്ന ആളുകൾ കൂടുമ്പോഴാണ്. ഇന്നലെ സ്പോട്ടിൽ നിന്ന് എണ്ണി 96,000 ഇന്നത്തെ കണക്കുണ്ട്. 96,000 ഈ സിവിൽ ദർശനത്തിൽ വരുന്ന ആളുകൾ ഈ ക്യൂ കോംപ്ലക്സ് വഴി കയറ്റാതെ ശരണത്തി വഴി കയറ്റാതെ ചന്ദനാന്റെ റോഡിൽ കൂടെ കയറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി തിരക്ക് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവരെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അതല്ല എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അതിൽ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പായിട്ട് വരുന്നവരിൽ തന്നെ 2 സെക്ഷനുണ്ട്. അത് ഒരുമുടി കെട്ടുമായിട്ട് വരുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ അവരെ ഗ്രൂപ്പ് തിരിഞ്ഞു പോകുക എന്നുള്ളത് അവർക്ക് താല്പര്യം. ചിലപ്പോൾ കുട്ടി കെട്ടി വന്നിട്ടുണ്ടാവും, രക്ഷകർത്താവ് കൂടെ ഉണ്ടാവും. അദ്ദേഹം സിവിൽ ദർശനം നടത്താൻ പോകും, കുട്ടിയും മറ്റേ പോകും. നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്ന ഇരുമുടിക്കെട്ട് ആയിട്ട് വരുന്ന ആളുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സിവിൽ ദർശനം നടത്താൻ വരുന്നവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി തന്നെയാണ് കൊടുക്കേണ്ടത്. അത് അങ്ങനെയല്ല, പ്രയോറിറ്റി കൊടുക്കുന്നതായിരുന്നില്ല. അല്ല, ആ തിരക്ക് കുറയ്ക്കാനുള്ളൊരു നമ്മൾ ഈ ക്യൂ കോംപ്ലക്സ് ഈ വർഷമാണ് ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചത്. 17-18 പണി കഴിഞ്ഞാണെങ്കിലും അതിൻ്റെ ഉപയോഗം ഈ പ്രാവശ്യം നമ്മൾ നോക്കിയത്. അപ്പോൾ അത് നടത്തിയതിൻ്റെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ അത് ഇല്ല, ക്യൂ കോംപ്ലക്സ് ഉപയോഗിക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പരീക്ഷണമായിരിക്കും 30-31 തീയതികൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരുമെങ്കിൽ മാറ്റം വരുത്തും. ഈ രാജ്യപ്രചരണം അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള തീർത്ഥാടന കാലം കൂടിയാണ്. അപ്പോൾ ഇതിനെതിരെ കഴിഞ്ഞ തവണ ക്രിസ്ത്യൻ തന്ത്രികൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിൽ ഈ ഫോട്ടോകളും ചിത്രങ്ങളും വ്യാപകമായി പിന്നീട് പ്രചരിച്ചു പോകുന്നതല്ലാതെ അത് നടപടി സ്വീകരിച്ചുകൊണ്ട് അതിനൊരു ആക്ഷൻ എടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല. അതൊക്കെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്, കൂടിയിട്ടില്ല. അതുപോലെ വയലൻ്റ് ആക്കാവുന്ന രീതിയിലുള്ള പ്രചരണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറെ രീതിയിലാണ്. നേരത്തെ ഉണ്ടായത് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയായിരുന്നു. ഇപ്പം എന്നാൽ ചില വ്യാജമാണ് നമുക്ക് തോന്നുന്നതെങ്കിലും വ്യാജമല്ലാത്ത രീതിയിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. അത് ഫോറസ്റ്റിൻ്റെ പ്രതികളായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് കുറച്ചെങ്കിലും സ്ഥലം കിട്ടുമെന്ന് നോക്കുന്നു. വേറെ ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 7,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് സാധാരണ രീതിയിൽ നമ്മുടെ നിലയ്ക്കലുള്ളൂ. അവിടെ 8,900 വാഹനം പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ആയിക്കഴിഞ്ഞു. നാണയങ്ങളും കൂട്ടാതെയുള്ള തുക പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ തുകയുടെ ഭാഗത്ത് നോക്കുമ്പോൾ പുറത്തുള്ള സംസ്ഥാനക്കാര് കഷ്ടപ്പാട് കൊണ്ട് പൈസ ഇടാതെ പോയി അല്ലെങ്കിൽ അത് കൊടുക്കാതെ പോയി എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? വരുമാനത്തിന്റെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ഞാൻ പറയാം, അത് പ്രസിഡന്റ് പറയും. അത് വരുമാനം കുറയുന്നതോ കൂടുന്നതോ അല്ല നമ്മുടെ പ്രശ്നം. വ്യാജ പ്രചരണങ്ങൾ കുറച്ചൊരു ശക്തിയില്ല ഈ സാധനം. ഇവിടുത്തെ വരുമാനം കൂടിയോ കുറഞ്ഞോ എന്നുള്ള ചർച്ചയല്ല നമ്മുടെ. ഇവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ എത്ര വരുമാനം ഉണ്ടായി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ പോവുമല്ല. അപ്പോൾ വരുമാനം കുറയുകയും ചെയ്യും, കൂടുകയും ചെയ്യും. അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. തീരെ വരുമാനമില്ലാത്ത സമയത്തും ഗവൺമെൻറ് ദേവസ്വത്തിനെ സഹായിച്ചിട്ടുണ്ട്. 1 രൂപയുടെ പോലും വരുമാനം ഇല്ലാത്ത സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വത്തിനെ നല്ലപോലെ സഹായിച്ചത് ഗവൺമെൻറ്റാണ് സഹായിച്ചത്. വരുമാനത്തെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ കാശ് കിട്ടുന്നതിനെക്കുറിച്ചുള്ള വേവലാതി കൊണ്ടല്ല നമ്മൾ. അപ്പോൾ എത്ര കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഈ കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുക. അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചിലവഴിക്കുന്നത്. അപ്പോൾ ബാക്കി വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇന്നും കൂടി കഴിയുമ്പോഴാണ് ശരിക്കും മണ്ഡലകാലത്ത് എത്ര രൂപ വരുമാനം ഉണ്ടായി എന്നുള്ളതൊക്കെ പറയേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്നതല്ല നമ്മുടെ തീർത്ഥാടനം. അത് തെറ്റായ പ്രചരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോഴും പറയണോ?
ഇവിടെ കഴിഞ്ഞ 5-6 കൊല്ലം കൊണ്ട് ഏകദേശം 548 കോടി രൂപ സംസ്ഥാന ഖജനാവിന്ന് നമ്മുടെ ദേവസ്വം ബോർഡുകൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്, അങ്ങോട്ട് ചെയ്യുന്നത്. ഈ വർഷം നമ്മുടെ ഇവിടെ ശബരിമല ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 30 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം കുറച്ച് പൈസ ചിലവാക്കിയുള്ളൂ. ഇവിടെ ചിലവഴിക്കാനുള്ള ഉത്തരവാദിത്വം ഹൈ പവർ കമ്മിറ്റിക്കാണ്. അവരാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം എടുക്കേണ്ടത്. അപ്പോൾ അത് അവരാണ് ചെയ്യേണ്ടത്. അവർക്ക് പൈസ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും പൂർണ്ണമായിട്ട് ചിലവഴിക്കാൻ കഴിയാതെ സറണ്ടർ ചെയ്യുന്ന സ്ഥിതിയാണല്ലോ. അത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന് ഉള്ള ഒരു കമ്മിറ്റി വെച്ച് അവരാണ് ചെയ്യുന്നത്. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അത് പിന്നീട് സംസാരിക്കാം. ഈ പാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് ഇന്നലെ ADGP പറഞ്ഞു പമ്പയിലെ ഈ പാർക്കിംഗ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോടതിയിൽ കേസ് നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സുരക്ഷിതമല്ല എന്ന് സുരക്ഷിതമാണെന്ന് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്താൽ അവിടെ കോടതിയിൽ നിന്ന് അനുകൂലമായി വിധിവരും എന്നുള്ള കോടതിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഈ വാദം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതിയിൽ 2 ജഡ്ജിമാർ ഈ സ്ഥലം വന്ന് പരിശോധിച്ചു. അവർ ഹിൽ ടോപ്പിൽ പാർക്ക് ചെയ്യണം എന്നുള്ള അഭിപ്രായമായിരുന്നു കോടതിയുടെ. അതിനുശേഷമാണ് 2 ജഡ്ജിമാർ ഇവിടെ നേരിട്ട് സ്പോട്ട് സന്ദർശിച്ചതിന് ശേഷം അവർ തന്നെ പറഞ്ഞു ഇവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുന്നത് ശരിയല്ല, അപകട സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അവർ തന്നെ പറഞ്ഞു. സാറേ, ഈ കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുന്ന സ്ഥിതി ഉണ്ടായി. ലോക്സഭയിൽ ഉൾപ്പെടെ ശബരിമല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിലെ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ഇതേമാതിരി കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കാൻ അവർ ഇങ്ങോട്ടേക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ആ രീതിയിൽ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ നമ്മളെ ഈ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആവശ്യത്തിന് ഭൂമി ലഭിക്കുക. അത് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റ് ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള മറ്റ് സഹായത്തിന് നമ്മളെപ്പോഴും അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് പരിഗണിക്കുമായിരിക്കുമെന്നാണ് കരുതുന്നത്. പിന്നെ പാർലമെൻറ്റിലൊക്കെ ഇവിടുത്തെ ഇഷ്യൂ ഉന്നയിച്ച ആളുകൾ എന്ത് താല്പര്യത്തിനാണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പാർലമെൻറ്റിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന MP-മാർ ശ്രമിക്കേണ്ടത്. ആ കാര്യത്തിൽ എന്തായിരുന്നു നമുക്കറിയാം. 4.5 വർഷം 5 വർഷം അത് എല്ലാം ഇങ്ങനെ കേരളത്തെ അപവസിക്കാൻ കിട്ടുന്ന സന്ദർഭം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതാരും ശ്രദ്ധിക്കുന്നില്ല. കോടതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. പമ്പയിലെ പാർക്കിംഗ് പ്രശ്നമാണ്. 18ാം പടിയിൽ അയ്യപ്പന്മാരെ കയറ്റുന്ന എണ്ണത്തിനൊരു പ്രശ്നം സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ സോപാനത്തിന് മുമ്പിൽ അയ്യപ്പന്മാരെ പിടിച്ചു നീക്കുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഈ അരവണയിൽ പിന്നെ ഏലക്കായിൽ കീടനാശിനി ഉപയോഗിക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടുന്നുണ്ടാവും. അപ്പോൾ കോടതി ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇടപെടൽ നടത്തുന്നത് നമ്മുടെ തീർത്ഥാടനത്തെ സുഗമമാക്കുന്നതിൽ ബാധിക്കുന്നില്ല എന്നുള്ള സംശയം പൊതുവേ ഉണ്ടാവും. കോടതി പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും, ശ്രമിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അരവണയിൽ ഏലക്കായിൽ വിഷാംശം കലർന്നു എന്ന് പറഞ്ഞിട്ട് ലക്ഷമല്ല കോടികൾ കോടികൾ നമുക്ക് നഷ്ടമായി. അപ്പം അത് വിഷം ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കത് വിൽക്കാൻ പറ്റും. അത് നമുക്ക് സുപ്രീം കോടതി പോയി അത് അവർ നശിപ്പിച്ച് കളയാനാണ് പറഞ്ഞത്. നശിപ്പിക്കാനുള്ള നടപടി ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞിട്ടാണ് നമുക്കത് അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നല്ല നഷ്ടമാണ് നമ്മുടെ ദേവസ്വം ബോർഡിനുണ്ടായത്. അങ്ങനെ നഷ്ടം വരുന്നത് ഇപ്പോൾ വേണമെങ്കിൽ എല്ലാത്തിലും കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ ചായ കുടിക്കുന്നുണ്ടല്ലോ, ചായ പരിശോധിച്ച് കഴിഞ്ഞാൽ വിഷമുണ്ടാവും അല്ലേ? നമ്മൾ കഴിക്കുന്ന എല്ലാ വസ്തുക്കളിലും മായമുണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലും മായമുണ്ട്. അതെല്ലാം പരിശോധിച്ച് അതെല്ലാം നിരോധിച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. കോടതിയോട് റിക്വസ്റ്റ് ആയിട്ട് ഈ ഇടപെടലുകളൊന്നും പരിമിതപ്പെടുത്തി തരണമെന്ന് പറയാൻ പറ്റും. നല്ല കാര്യം. കോടതി മനുഷ്യന്മാരില്ലേ? കോടതി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. പ്രായോഗികമായിട്ട് അവർക്ക് അറിയാമല്ലോ. 20 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവഴിച്ചുകൊണ്ടൊരു നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ വേണം. ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ കോടതിയുടെ പെർമിഷൻ വേണം. അപ്പോൾ നമുക്ക് പറ്റുമോ? അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പ്രായോഗികമായിട്ട് കോടതിയുടെ മുമ്പിൽ കാര്യങ്ങൾ നമ്മൾ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. കോടതിയെ തിരിച്ചറിയുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇനി നിങ്ങൾ പിന്നെ കൊണ്ടുപിടിച്ചെഴുതി നിങ്ങൾക്ക്